Hello. Hello, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. എന്നെ ഓർമ്മയുണ്ടോ? Yes. Introduction class. ഓർമ്മയുണ്ട് മാം. ശരി ma'am. ഓർമ്മയുണ്ടല്ലേ? Okay. എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? നല്ല ക്ലാസ്സുകളാണ്. നന്നായിട്ട് പോന്നു. നന്നായി പോകുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. മാം ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ഇപ്പൊ കഴിച്ചുള്ളൂ. കഴിച്ചു കഴിഞ്ഞ് കയറിയതാണ് ജസ്റ്റ്. ഓക്കെ. ഇപ്പോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയറും സൈനിങ്ങും തോട്ട് ഓഫ് ദി ഡേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ചെയ്തോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത്? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തില്ല. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. Yes, ma'am. Good afternoon. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. സുബൈറ. ഞാനാണ് പ്രയർ ചെയ്യുന്നത്. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിനേകാധിപനേ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർ തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗ ഭ്രഷ്ടർ തൻ വഴിയുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ പ്രയർ. ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. സൈൻ ഇൻ. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ ഹസീന. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിട്ടുള്ള അശ്വതി മാമിനെ ഞാൻ ആദ്യമായി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാമിന്റെ ക്ലാസ് കേൾക്കാൻ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മിസ്സിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, thought of the day. ഹലോ മാം. ഹലോ നസിഫ. തോട്ട് ഓഫ് ദ ഡേ, സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. ഇത് APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. ഓക്കെ, മിസ്സുമാര് ചാപ്റ്റർ എടുത്തോ കഴിഞ്ഞ ദിവസങ്ങളില്? ഇല്ല, ഇല്ല, ഇൻട്രഡക്ഷൻ ഒക്കെ തന്നെ ഉള്ളൂ. അപർണ മിസ് ചാപ്റ്റർ എടുത്തു. എടുത്തു കുറച്ച്. എടുത്തിട്ടില്ല. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസിനെ കുറിച്ച് ഒരു ഒന്ന് പറഞ്ഞു ഫുള്ളായിട്ടേ. ക്ലിയർ ആവുന്നില്ല രഞ്ജിഷ പറയുന്നത്. അപർണ മാം
കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസിനെ കുറിച്ച് ആ ഫുള്ളായിട്ടൊന്ന് പറഞ്ഞു. ആ. പിന്നെ വന്നിട്ട് ഇന്നലെ പിന്നെ ജോബ് സാർ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എങ്ങനെയാ പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെ ജിഷ മാം മോണ്ടിസോറി കുറിച്ചും പറഞ്ഞു. മോണ്ടിസോറി എഡ്യൂക്കേഷൻ, അതിന്റെ പേര്, അവരെങ്ങനെയാണ് അത് അപ്ലൈ ചെയ്തത് എന്നൊക്കെ. ഓക്കെ. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇരുന്നതിനേക്കാളും കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ മാറിയോ? എക്സൈറ്റ്മെന്റ് ഒക്കെ മാറിയോ? കുറച്ച് എന്താ പറയാ, കൂളായ പോലെ തോന്നിയിട്ടുണ്ടോ? വ്യത്യാസം ഉണ്ടല്ലേ? ആവുന്നല്ലേ ഉള്ളൂ. കുറച്ചും കൂടി കഴിയുമ്പോ 100% ഓക്കെ ആവും. ഓക്കെ, അപ്പോ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ചാപ്റ്ററിലോട്ട് പോവാം. ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. യൂണിറ്റ് 1 ആണ്, പാർട്ട് 1, യൂണിറ്റ് 1, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഈ ഒരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. കുറച്ചു പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ചു പേർക്ക് കിട്ടിയിട്ടില്ല അല്ലെ? എപ്പോ കിട്ടും എന്നാണ് പറഞ്ഞേ? ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് ഏകദേശം 10 ദിവസമൊക്കെ ആവുന്ന പറഞ്ഞു. 10 ദിവസം ആവുന്നാണല്ലേ പറഞ്ഞത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുവാണ് ഇപ്പൊ ചെയ്യുന്നേ? ജസ്റ്റ് നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുവാണോ? എടുക്കുന്ന കാര്യങ്ങള് തുടങ്ങിയിട്ടില്ല? അതെ, നോട്ട് ചെയ്തെടുക്കാണ്. നോട്ട് ചെയ്തെടുക്കുവാണ് അല്ലേ? ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കുന്നത്. ഓക്കെ. അപ്പോ ഈ യൂണിറ്റ് 1, അതായത് മോഡൽ, നിങ്ങൾക്ക് PDF കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത്? എല്ലാവർക്കും വലുതായിട്ട് തന്നെ വായിക്കാൻ പറ്റുന്നില്ലേ? മിസ്റ്റർ ഡൗട്ട് ചോദിക്കട്ടെ? ആ, ടെക്സ്റ്റ് ബുക്കിൽ നമ്മള് പെൻസിൽ കൊണ്ട് മീനിങ് ഒക്കെ അടയാളപ്പെടുത്താൻ പറ്റുമോ? ടെക്സ്റ്റ് ബുക്കിലോ? ആ പറ്റുമല്ലോ. എഴുതി മുകളിൽ എഴുതി വെക്കാൻ പറ്റുമോ അർത്ഥം? പിന്നല്ലാതെ ആ, നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളതല്ലേ പഠിക്കാനായിട്ട്. ഓക്കെ. പെൻസിൽ കൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടില്ലേ? അറിയാത്തതിന്റെ മീനിങ് എന്ത് ചെയ്യാറുണ്ട്? മുകളിൽ എഴുതി വെക്കാറുണ്ട്. അതിന് യാതൊരു പ്രോബ്ലം ഇല്ല, അത് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പേന കൊണ്ട് ചെയ്യണ്ട, പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്കത് മാച്ച് കളയാലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഓക്കെ, അപ്പൊ വലുതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഒരു പേജ്. അപ്പോ ചാപ്റ്ററിന്റെ പേര് വരുന്നത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ആ പേരിൽ തന്നെ ഉണ്ട് ചില കാര്യങ്ങൾ അല്ലെ? എന്തിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ആ പേര് നോക്കിയാൽ മനസ്സിലാവും. എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഹെൽത്ത്, ഫിസിക്കൽ, ആ, ഹെൽത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്ന് പറയുന്നുണ്ട്, വെൽനെസ് എന്താണെന്ന് പറയുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളൊരു കാര്യം ചെയ്യാം. ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. ടെക്സ്റ്റില് ആ ഒരു ഫസ്റ്റ് പാർട്ട് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് കൊടുത്തിട്ടില്ലേ? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്സിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ്, അത് തുടങ്ങി ഫിസിക്കൽ ഫിറ്റ്നസ് വരെ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ആ ഒരു പാരഗ്രാഫ് മാത്രം റീഡ് ചെയ്താൽ മതി, ഹെൽത്തിലോട്ട് പോകണ്ട. മനസ്സിലായോ പറഞ്ഞത്? റീഡ് ചെയ്തോളൂ കേട്ടോ. ടീച്ചർ ഒന്നുകൂടെ പറയോ? കേട്ടില്ല. കേട്ടില്ല?
അതായത് ഫസ്റ്റ് ചാപ്റ്ററില് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് എന്ന് പറയുന്ന അതിന്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫ് മാത്രം റീഡ് ചെയ്യുക. ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലോട്ട് പോകണ്ട. ഓക്കെ. ഓക്കെ, വായിച്ചു. ആർക്കെങ്കിലും മനസ്സിലായോ എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന പാരഗ്രാഫില്? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ചെറുതായിട്ടൊക്കെ മനസ്സിലായി. ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ, ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. തെറ്റാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാം. മനുഷ്യരാണ്, തെറ്റുകളൊക്കെ സംഭവിക്കാം. ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എല്ലാ കാര്യത്തിലും, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഹ്യൂമൻ ലൈഫിൽ ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ എന്താ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും അത്യാവശ്യമാണ്. അത് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ വെൽനെസ് ഇൻക്ലൂഡ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് അത്യാവശ്യമാണ്. ഹ്യൂമൻ ലൈഫിൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ വെൽനെസ്സും ഹെൽത്തും അത്യാവശ്യമാണ്. അതായത് നമുക്കറിയാം ഓരോ മനുഷ്യനും അവന്റേതായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെയധികം മൂല്യമുള്ളതാണ്, അല്ലെ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ വളരെ മൂല്യമുള്ളതായിട്ട് അല്ലെങ്കിൽ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് കാണുന്നത്, അല്ലെ? നമ്മളെപ്പോഴും നമ്മൾക്ക് തന്നെയല്ലേ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാറ്? ആണോ? നിങ്ങൾ അങ്ങനെയാണോ? ഒരു പട്ടി കടിക്കാൻ വന്നു എന്ന് വിചാരിക്കാം. നമ്മള് 2-3 പേരുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കോ അവരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കോ? എന്താ ചെയ്യാ നമ്മള്? ഫസ്റ്റ് നമ്മളെ ജീവന് നമ്മുടെ ജീവനെ ശരിക്കും എല്ലാ മനുഷ്യരും എന്തുണ്ട്? എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്. എല്ലാ മനുഷ്യരും അവരവരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. എപ്പോഴും അവരെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ എല്ലാ മനുഷ്യരുടെയും ജീവിതവും ജീവനും എന്ന് പറയുന്നത് വളരെയധികം വാല്യുബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫില്, അതായത് വളരെയധികം സന്തോഷമുള്ളതും വാല്യുബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള മനുഷ്യ ജീവിതം നയിക്കാൻ ഓരോ വ്യക്തിയും സ്വന്തം ആരോഗ്യത്തെ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും വേണം. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അവനവൻ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണം, അല്ലെ? അതുപോലെ സംരക്ഷിക്കുകയും വേണം. നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. വേറെ ആരും അതിനകത്ത് ഇൻവോൾവ് ആവില്ല, അല്ലെ? നമ്മൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാല് നമ്മൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. കുറ്റപ്പെടുത്താൻ പറ്റുമോ ഒരു അസുഖം വന്നു കഴിഞ്ഞാല്? ഇല്ല, ഒരിക്കലും ഇല്ല. ഒന്നില്ലെങ്കിൽ നമ്മളെ തന്നെ കുറ്റം പറയും, അല്ലെങ്കിൽ വിധിയാണെന്ന് പഴിക്കും, അല്ലെ? ദൈവം എനിക്ക് വെച്ചതാണെന്ന് പറയും. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് നമ്മള്? അപ്പൊ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണുള്ളത്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ദീർഘനാള് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാള് നമ്മളിപ്പോ ഭയങ്കര ജിമ്മായിട്ട് കണ്ടു എന്ന് വിചാരിക്കുക, ഭയങ്കര മസിലൊക്കെ ഉണ്ട്, കാണുമ്പോ തന്നെ ഒരു ആചാനുഭാവ ലുക്കാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പക്ഷെ അയാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അയാളുടെ ആ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അയാൾ ഫിറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരിക്കലും ഇല്ല. കാരണം എന്താണ്? അതായത് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് മാത്രം ആളുകളെ അളന്ന് നമുക്ക് ഫിറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒരാള് ഹെൽത്തി ആയിരിക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ സുഖകരമായിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പുറമേ നിന്ന് നോക്കിയാൽ ഹെൽത്തി ആയിരിക്കണം, മാത്രമല്ല മെന്റലി ഹെൽത്തും കൂടി ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, അല്ലെ? മനസ്സിനും ശരീരത്തിനും ഒരേപോലെ തന്നെ നമ്മൾക്ക് സുഖകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാള് ഹെൽത്തി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതാണ് ആ ഒരു ചെറിയ പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ആണോ? ഓക്കെ. ഇനി ഞാൻ വേറെ ചില എക്സ്പ്ലനേഷനും കൂടി തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്, ഈ മിസ് എന്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മളിപ്പോ ഇതിനകത്ത് ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പറഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോ. ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് WHO ഡെഫിനിഷൻ ഹെൽത്തിനെ കുറിച്ച്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ല, ഒന്ന് ഓർത്തു നോക്കി. WHO അഥവാ ലോക ആരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ആരോഗ്യം എന്ന് പറയുന്നത് പൂർണ്ണമായും ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന്റെ അവസ്ഥയാണ്. ഒരാൾ ആരോഗ്യവാനായിരിക്കുക അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിസിക്കലി ഫിറ്റ് ആവുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ അത് മാത്രമല്ല മെന്റലി അതുപോലെ തന്നെ സോഷ്യലി സ്റ്റേബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിന്റെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇത് പറഞ്ഞിട്ടുള്ളത് ആരാ? WHO പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഹെൽത്ത് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അപ്പോ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നത് മൂന്നും സെപ്പറേറ്റ് ആണ്. ഫിസിക്കൽ വെൽബീയിങ് വേറെയാണ്, മെന്റൽ വെൽബീയിങ് വേറെയാണ്, സോഷ്യൽ വെൽബീയിങ് വേറെയാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. എന്താണ് ഈ ഫിസിക്കൽ വെൽബീയിങ്, അല്ലെങ്കിൽ എന്താണ് മെന്റൽ വെൽബീയിങ്, അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ വെൽബീയിങ് എന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് ശരിക്കും പറഞ്ഞാല്? ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കും. എന്താ ചെയ്യാ? യോഗ ചെയ്യാം. യോഗയൊക്കെ ചെയ്യാം, അത് ഞാൻ പറയാം. മെയിൻ ആയിട്ട് നമുക്ക് എന്ത് വേണം? രോഗങ്ങൾ ഇല്ലാതിരിക്കണ്ടേ? രോഗങ്ങൾ വളർത്താ. രോഗങ്ങൾ പച്ചക്കറികളൊക്കെ കഴിക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലിയ. അതായത് മെയിൻ ആയിട്ട് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഈ രോഗങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശരീരത്തിന് പരിക്കുകൾ അഥവാ ഇഞ്ചുറീസ് ഇല്ലാതിരിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ ഹെൽത്തിന് ഡെഫിനിഷൻ കൊടുക്കാം. രോഗങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തില്. നമുക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി സ്റ്റേബിൾ ആണോ? നമ്മൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ തന്നെ നോക്കിയേ. നമുക്ക് എപ്പോഴും കിടക്കണം, അല്ലെങ്കിൽ വയ്യ, തളർച്ച, ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെയാണ് അസുഖം വരുന്ന സമയത്ത് ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മുടെ ഫിസിക്കലി നമ്മൾ എന്താണ്? വീക്കാണ് ആ സമയത്ത്. ഓക്കെ, അപ്പോ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രോഗങ്ങൾ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ പരിക്കുകൾ ഇല്ലാതിരിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഡെഫിനിഷൻ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അതായത് ഹെൽത്ത് ഈസ് എ വെൽത്ത് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഇല്ല, കേട്ടിട്ടില്ലേ നിങ്ങള്?
ഹെൽത്ത് എന്ന് പറഞ്ഞാല് വെൽത്ത് തന്നെയാണെന്ന് പറയാറുണ്ട് അല്ലെ. നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കൂ. ആരോഗ്യത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ പണം ഉണ്ടാകാം, നല്ല ഉയർന്ന ജോലി ഉണ്ടാകാം അല്ലെ, ചിലപ്പോൾ വലിയ വീട് ഉണ്ടാകാം, കുറേയധികം വാഹനങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഹെൽത്ത് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ട് യാതൊരു പ്രയോജനമില്ല അല്ലെ. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അത് എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? പ്രയോജനം ഉണ്ടോ? ഇല്ല. അപ്പോ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി മൈൻഡ് ഇൻ എ ബോഡി. ഓക്കെ, ആ ഒരു ചൊല്ലും കൂടി ഇവിടെ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തില് ഹെൽത്തിനെ കുറിച്ച് പല ആശയങ്ങളും കണ്ടന്റുകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫിസിക്കലി സ്ട്രോങ് ആയാൽ മാത്രമാണ് മൈൻഡ് നല്ല രീതിയിൽ പവർഫുൾ ആവും എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. ചില ആളുകളുണ്ട് അല്ലെ നമ്മുടെ ചുറ്റുവട്ടത്തും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില ആളുകളുണ്ട്. അപ്പോ അവരുടെയൊക്കെ മൈൻഡ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിരിക്കും. എവിടെയും എന്തോ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളുകള്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന ആളുകള് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ മൈൻഡ് എന്താണ്? പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. അപ്പൊ ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം കേട്ടോ. ഹെൽത്ത് ഒരാളൊന്ന് റീഡ് ചെയ്തേ. ഹെൽത്ത് ആർക്കെങ്കിലും റീഡ് ചെയ്യാൻ പറ്റുമോ? റീഡ് ചെയ്യാമോ? Health is a state of being identical with freedom from disease and illness that includes a positive fundamental wellness associated with quality of life and positive well-being also. എന്താ പറയുന്നേ അവിടെ? മീനിങ് എന്താ? പറയുന്നത് അസുഖങ്ങളിൽ നിന്നും അസുഖമില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അസുഖമില്ലാതിരിക്കുക അല്ലെ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. രോഗങ്ങൾ ഇല്ലാതിരിക്കുക, അസുഖങ്ങൾ ഇല്ലാതിരിക്കുക, ഇതൊക്കെയാണ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. നമ്മുടെ ജീവിതം അല്ലെ. ഇതിനെ ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. അതായത് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ എത്രമാത്രമാണ് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത്, ആ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടോ? നിങ്ങൾ നോക്കാറുണ്ടോ? എല്ലാവർക്കും ജീവിതമുണ്ട് അല്ലെ. എല്ലാവർക്കും ഒരു ലൈഫ് മാത്രമാണ് ഉള്ളത്. പക്ഷെ ആ ജീവിതം നമ്മൾ എത്ര നന്നായി ജീവിക്കുന്നു അതിലാണ് പ്രധാനം ഇല്ലേ? അങ്ങനെ നോക്കിയിട്ടുണ്ടോ? ആരും നോക്കിയിട്ടില്ല? ആരും ചെക്ക് ചെയ്യാറില്ല സ്വന്തം ജീവിതത്തെ കുറിച്ച്, ലൈഫിനെ കുറിച്ച് ആരും നോക്കാറില്ല, അളക്കാറില്ല. ഇങ്ങനെ അങ്ങ് ഒഴുക്കിനനുസരിച്ച് പോകുന്നു. അത് മാത്രമാണോ? അതായത് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ എത്രമാത്രമാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് നമ്മൾ ജീവിക്കുന്ന ആ ജീവിതം എത്രമാത്രമാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, എത്ര നല്ല കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്, അതാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾക്ക് ഇനി ഹെൽത്തിലോട്ട് വരാം. ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഹെൽത്തി ബോഡി, നല്ല ഭക്ഷണം കഴിക്കണം, അതുപോലെ വ്യായാമം ചെയ്യണം, പിന്നെ മെന്റലി നല്ല സപ്പോർട്ടായിരിക്കും. മെന്റൽ സ്ട്രെങ്തും വേണം അല്ലെ. മെന്റലി കുറച്ചും കൂടി പ്രശ്നങ്ങൾ, അതായത് മെന്റലി സ്ട്രോങ് ആവണം. ഓക്കെ, പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? രോഗം വരാതെ നോക്കണം. രോഗം വരാതെ നോക്കണം. പിന്നെ ഫ്രഷ് എയർ ആയിരിക്കണം, നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല കാം ആൻഡ് ക്വൈറ്റ്, അങ്ങനെ. അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അല്ലെ. ഓക്കെ, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും
കഴിക്കണം. വീട്ടിൽ പറ്റുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രഷ് പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം. ഓക്കെ. പിന്നെ ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവണം. വെരി ഗുഡ് പോയിന്റ്. ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകണം അല്ലെ? പിന്നെ അത്രേ ഉള്ളൂ അല്ലെ? കുറെ അധികം പോയിന്റ്സ് നിങ്ങൾ പറഞ്ഞല്ലേ? അപ്പോ നമുക്ക് ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിച്ച്, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം, ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലേ? നമ്മളിപ്പോ സാധാരണ കഴിക്കുന്ന, നമ്മളിപ്പോ ഒരു റോങ് ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് തോന്നുവാണ് കുറച്ചുകൂടി ഹെൽത്തി ആകണം, കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ ജീവിതത്തിൽ, എനിക്ക് നല്ലൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാല് എന്ത് ചെയ്യണം? അതുവരെയുള്ള ആ റോങ് ലൈഫ് സ്റ്റൈലിന് ബൈ ബൈ പറയണം അല്ലെ? അതായത് തലേന്ന് വരെ കഴിച്ചിരുന്ന ഭക്ഷണങ്ങള്, അത് ജങ്ക് ഫുഡ്സ് ആകാം, ഫാസ്റ്റ് ഫുഡ് ആകാം, അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചിരുന്ന ആളുകൾ ഉണ്ടാകാം. അതിനോടൊക്കെ ബായി പറഞ്ഞിട്ട് വീട്ടിലുണ്ടാക്കുന്ന തനിനാടൻ ഫുഡുകൾ കഴിക്കാനായിട്ട് തുടങ്ങാം അല്ലെ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തി നമ്മുടെ ശരീരത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? ബോഡിയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് അടുപ്പിച്ച് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആവും, പൊരുത്തപ്പെടും. പിന്നെ നമുക്ക് ആ ഭക്ഷണം തന്നെ കഴിക്കാനാ തോന്നുള്ളൂ അല്ലെ? കുറച്ച് നാൾ ഇപ്പൊ ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ആദ്യത്തെ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഡയറ്റ് എടുക്കുന്നവരുണ്ട് ഇതിനകത്ത്? ഉണ്ട്. സൂര്യ ഡയറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ. തസ്നി എടുക്കുന്നുണ്ട് അല്ലെ? കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാവും. അതിനുശേഷം അതുമായിട്ട് എന്ത് ചെയ്യും? രഞ്ജിഷ് എടുക്കുന്നുണ്ട്. കുറച്ച് ദിവസം അതുമായിട്ട് എന്ത് ചെയ്യും? ബോഡി അഡാപ്റ്റ് ആവും. പിന്നെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ഷുഗർ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ കൂടുതൽ ആളുകള്. ഷുഗർ കട്ട് ചെയ്യുന്ന ആളുകളില്ലേ? ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാല് പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാം. പിന്നെ എന്താ പറയാ, ഉന്മേഷമായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കാം. കുറെ അധികം ഇത് പറയാറുണ്ട് അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഭയങ്കരമായിട്ട് അതിനോട് ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ അത് നിർത്താനായിട്ട് പറ്റിയെന്ന് വരില്ല. പതുക്കെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്? നിർത്തി വരുന്നത്. നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല? അതിനോട് അധികം ക്രേവിങ്സ് ഒന്നും തോന്നില്ല. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? അതുമായിട്ട് അഡാപ്റ്റ് ആവുന്നത്. ഇപ്പൊ നമ്മുടെ ബോഡി ആണെങ്കിലും എന്താണെങ്കിലും. ഓക്കെ. അപ്പൊ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ. പക്ഷെ ഭക്ഷണം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയോ? നമ്മുടെ ബോഡിക്ക് എന്ത് കൊടുക്കണം? കുറച്ച് പണി കൂടി കൊടുക്കണം അല്ലെ? വെറുതെ ഇരുത്താൻ പാടുണ്ടോ ബോഡീനെ? ഇല്ല, വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യണം. നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മുടെ ബ്രെയിൻ ആണെങ്കിലും വെറുതെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അതാണ് നമ്മൾ മടിയന്മാരും മടിച്ചികളും ആകുന്നത്. നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ അത് വേണ്ട എന്ന് തോന്നിക്കുന്ന ഒരു ഇതുണ്ട് ഫസ്റ്റ് സ്റ്റേജില്. അങ്ങനെ ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിപ്പോ വേണ്ട, പിന്നെ ചെയ്യാം. ആരാ ചെയ്യിപ്പിക്കുന്നത്? ബ്രെയിനാ. കാരണം ബ്രെയിൻ എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് ആഗ്രഹം. കാരണം എന്താ? അതായത് സുഗമമായിട്ട് ലേസി ആയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ബ്രെയിനാണ് പണിയെടുക്കുന്നത് കൂടുതൽ അല്ലെ? അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബ്രെയിനിന്റെ മൂവ്മെന്റിനനുസരിച്ച് ബോഡിയും എന്ത് ചെയ്യും? അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കും അല്ലെ? അപ്പോ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ ബ്രെയിനും ബോഡി എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റഡ് ആണ്. അപ്പോ ഇത്തരത്തില് വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് കിടന്നുറങ്ങുവാണ്. അപ്പൊ നമ്മൾ അലാറം വെച്ചു. അലാറം വെച്ചിട്ട് അലാറം അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളൊന്ന് നമ്മുടെ കണ്ണ് തുറക്കും അല്ലെ? കണ്ണ് തുറന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ആ ബെഡിൽ നിന്നിട്ട് പോവാണ് വേണ്ടത്. വീണ്ടും അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പറയും വേണ്ട, നീ പോകണ്ട,
കുറച്ചും കൂടി നേരം കിടക്കാനായിട്ട് പറയും. ഇതാരാ പറയുന്നേ? നമ്മുടെ ബ്രെയിനാ പറയുന്നേ. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? കുറച്ചും കൂടി നേരം കിടക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഇരിക്കാം എന്ന് പറയും. കാരണം തലച്ചോറിന് ഇഷ്ടം എപ്പോഴും സുഗമമായിട്ട് കിടക്കാനാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒരു സത്യമാണ് കേട്ടോ. അപ്പോ തലച്ചോറാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പോ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യൂ, ഇന്ന കാര്യങ്ങൾ നീ ചെയ്യരുത് എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിനാണ്. ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, നമ്മൾ ചായ കുടിക്കുന്നതായിക്കോട്ടെ, എന്ത് കാര്യം, അതായത് ബ്രെയിനിലേക്ക് സിഗ്നൽ പോകുന്നുണ്ട്. അറിയാം ഇന്നതാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സമയത്താണ് വിശക്കുന്നത് എന്നൊക്കെ അറിയാം. അപ്പോ കുറച്ച് ദിവസം നമ്മൾ ഈ കാര്യങ്ങൾ, അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ കുറച്ച് ദിവസം ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ആ ഒരു ഇതുമായിട്ട് നമ്മുടെ ബോഡി ബ്രെയിനൊക്കെ എന്ത് ചെയ്യും? അഡാപ്റ്റ് ആവും. അവർക്ക് സിഗ്നലും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം കേട്ടോ. നല്ല ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിന് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ചാൻസ് കൊടുക്കണം, അല്ലെ? എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തിനാ എക്സസൈസ് ചെയ്യുന്നത്? ബ്ലഡ് സർക്കുലേഷൻ. എന്താണ് ശരണ്യ? ഫ്രഷ് ആകാൻ. ആ, ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? ബോഡി വേണ്ടി, എന്താണ് ഹസീന പറഞ്ഞത്? എന്താ? ബോഡി ഫിറ്റ് ആവാൻ വേണ്ടിട്ട്. ആ, ബോഡി ഫിറ്റ് ആവാൻ വേണ്ടിട്ട്. ഓക്കെ. ശില്പ, ബോഡി ഫാറ്റ് ഒക്കെ കുറയ്ക്കാൻ. ഫാറ്റ് ലോസ് ആവുന്നതിന് വേണ്ടിട്ട്. ലിയ, സ്ട്രെച്ചബിൾ ആകാൻ. ആ, മൊത്തത്തിലൊന്ന് ഫ്ലെക്സിബിൾ ആവാനായിട്ട്. ആ, ഓക്കെ. അപ്പൊ പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യാം? അതായത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാം, അല്ലെ? ഒരു ദിവസം ഫുൾ ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മൾക്ക് ഉടനീളം നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാം. അതുപോലെ മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ്യാം, അല്ലെ? അപ്പൊ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? എക്സസൈസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എക്സസൈസിന്. നമ്മൾ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം നമ്മുടെ ബോഡിക്ക് കുറച്ച് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ്, നമ്മുടെ ജോലിയിൽ അതുമൂലം വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ്, നമ്മുടെ ബിഹേവിയർ, മൈൻഡിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോ ഒരു ബെനിഫിറ്റ് മാത്രമല്ല എക്സസൈസിനുള്ളത്, അനേകം ബെനിഫിറ്റുകൾ നമ്മുടെ ബോഡി, ബ്രെയിൻ, മൈൻഡ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സസൈസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ നല്ല എക്സസൈസ് ചെയ്യണം. എക്സസൈസ് നമുക്ക് പല രീതിയിൽ ചെയ്യാം, അല്ലെ? ഏതൊക്കെ എക്സസൈസ് ഉണ്ട്? യോഗയുണ്ട്, പിന്നെ കാർഡിയോ ഉണ്ട്, അല്ലെ? കാർഡിയോ എക്സസൈസുകൾ ഉണ്ട്, സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ഉണ്ട്, യോഗയുണ്ട്, അതുപോലെ ഇപ്പൊ തന്നെ എല്ലാവരും ചെയ്യുന്ന സുംബയുണ്ട്, അല്ലെ? ഇതൊക്കെ എക്സസൈസുകളല്ലേ? പിന്നെ നടക്കാൻ പോകുന്ന ആളുകളുണ്ട്, വാക്കിങ്ങിന് പോകുന്നുണ്ട്, ജോഗിങ്ങിന് പോകുന്നുണ്ട്, ബാഡ്മിന്റൺ കളിക്കുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ എന്താണ്? എക്സസൈസിൽ വരുന്നതാണ്. നമ്മുടെ ശരീരത്തിന് കായികമായിട്ട് ഉള്ള എന്താ പറയാ ഒരു ആക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറച്ചു നേരം നമ്മുടെ ശരീരം പ്രവർത്തിച്ച് കലോറീസും കാര്യങ്ങളൊക്കെ അല്ലെ വിയർപ്പായിട്ട് പോവല്ലേ, സ്വെറ്റ് ചെയ്യുമല്ലോ നന്നായിട്ട്, അല്ലെ? എന്താ അത് ചെയ്യുന്ന? കാലറീസ് ബേൺ ചെയ്യുന്നതാണ്, അല്ലെ? നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പും മാലിന്യങ്ങളും ഒക്കെ പുറത്തോട്ട് കളയുന്നതാണത്. ഓക്കെ. അപ്പോ അതിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ടും വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ. അപ്പോ എക്സസൈസ് ചെയ്യാന്നുള്ളത് അതായത് ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ പല രീതിയിലുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ യോഗ ചെയ്യാം, ജിമ്മിൽ പോവാം, മെഡിറ്റേഷൻ ചെയ്യാം, ജോഗിങ്ങിന് പോവാം, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബാഡ്മിന്റൺ ചെയ്യാൻ, ഫുട്ബോള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
അപ്പൊ നമ്മള് നല്ല രീതിയിൽ ഫുഡിൽ കൺട്രോൾ ചെയ്തു, നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നു, എക്സസൈസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ 2 കാര്യങ്ങളായി കഴിഞ്ഞാല് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് റെഡിയാണ്. ആണോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെയാണ് അല്ലെ? നമ്മളെ കാണുമ്പോ തന്നെ ആളുകൾക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും അല്ലെ? ആള് കൊള്ളാലോ എന്നൊക്കെ ഉള്ളൊരു ടോക്കൊക്കെ വരും അല്ലെ? അപ്പൊ ഇതുണ്ടെങ്കിൽ എന്താണ്? ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു പല രീതിയിലുണ്ട് എക്സസൈസ്. നമുക്ക് ഇഷ്ടമുള്ള എക്സസൈസ് ചെയ്യാം അല്ലെ? ഇപ്പൊ യോഗ ചെയ്യുന്ന ആളുകളാണെങ്കിൽ യോഗ ചെയ്യാം, അല്ലെങ്കിൽ കാർഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം, വാക്കിങ്ങിന് പോകുന്നവരാണെങ്കിൽ വാക്കിങ്ങിന് പോകാം. ഇനി ബാഡ്മിന്റണോ ഫുട്ബോളോ ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് എക്സസൈസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എക്സസൈസ് ആണ് ജിം ട്രെയിനർ നമുക്ക് വേണ്ടി പറഞ്ഞു തരിക അല്ലെ? എല്ലാവർക്കും ജിമ്മിലെ എല്ലാത്തരം എക്സസൈസുകളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പറ്റുമോ? ഓരോരുത്തരുടെ ഏജ്, അതുപോലെ അവരുടെ ഫിസിക്കൽ കപ്പാസിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? എക്സസൈസുകൾ കൊടുക്കുക. അപ്പൊ നമുക്ക് പറ്റുന്ന, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ആ സിമ്പിൾ എന്ന് തോന്നിക്കുന്നതിന് എഫക്റ്റീവ്, അതായത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെയാണെങ്കിൽ യോഗ എന്ന് പറയുന്നത് വളരെയധികം നല്ലതാ. യോഗ ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? ചെയ്യാറുണ്ട്. രഞ്ജുഷ ചെയ്യാറുണ്ട്, രമ്യ ചെയ്യാറുണ്ട്. അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു യോഗ പോസ്റ്റർ കാണിക്കാമോ? നോക്കൂ, സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് എന്തെങ്കിലും മതി. പ്രാണായാമം പോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലും കാണിച്ചാൽ മതി, എന്തെങ്കിലും പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. ചെയ്യാം. അപ്പൊ ഹോൾ ക്ലാസ് മൊത്തം ചെയ്യും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ യോഗ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വന്നതാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് മോചനം ലഭിക്കും അല്ലെ? സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട് അല്ലെ? തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളവരുണ്ട്, PCOD ഇഷ്യൂ ഉള്ളവരുണ്ട് അല്ലെ? കുറേയധികം പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ റിക്കവർ ആകുന്നതിന് വേണ്ടിയിട്ട് യോഗ സഹായിക്കുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മുടെ ശരീരം ഒന്ന് ഫ്ലെക്സിബിൾ ആകാനും, ഭയങ്കരമായിട്ടുള്ള വർക്കൗട്ടുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടിയും നമ്മുടെ ശരീരത്തിന് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനും, മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആവാനും ഒക്കെ യോഗ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. അല്ലാതെ തന്നെ മറ്റ് എക്സസൈസുകൾ, അതായത് നമ്മൾ ചില ആളുകൾ സ്നേഹം ഒന്ന് മ്യൂട്ട് ചെയ്യാം. സ്നേഹ വീട്ടിൽ തന്നെ മൊബൈലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? എക്സസൈസുകൾ ചെയ്യാറുണ്ട് അല്ലെ? അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട്? സൂര്യ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കും, പറ്റൂലെന്ന് തോന്നിയാൽ സ്റ്റോപ്പ് ചെയ്യും. അത് ശരി. ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു യോഗ ട്രെയിനറിന്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്തത് പോലെ അല്ലല്ലേ? വീട്ടിലാവുമ്പോ നമുക്ക് തോന്നിയ സമയത്ത് ചെയ്താൽ മതി അല്ലെ? മടിയൊക്കെ വരും അല്ലെ? ഉണ്ടോ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ചെയ്യാനായിട്ട് തുടങ്ങും, പക്ഷെ ഫിനിഷ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ? അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മള് മനസ്സിൽ വിചാരിച്ചാൽ മതി, എനിക്കത് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ എന്റെ ആവശ്യമാണ് അത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് വേറെ ഒരു പ്രോബ്ലവും അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും അവരുടെ ഏജിനനുസരിച്ചും, അതുപോലെ അവരുടെ കേപ്പബിലിറ്റി, ശരീരത്തിന്റെ കപ്പാസിറ്റി, പിന്നെ എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എക്സസൈസ് ചൂസ് ചെയ്യാൻ. പിന്നെ എല്ലാ ദിവസവും കുറച്ച് 20 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ എല്ലാവരും? എത്ര പേര് ചെയ്യുന്നുണ്ട് റെഗുലർ ആയിട്ട്? ആരും ചെയ്യുന്നില്ല. നല്ല കാര്യം. യോഗ ചെയ്യുന്നുണ്ട്? ഇല്ല, ഞാൻ ജിമ്മില് ട്രെയിനറാണ്? അല്ലല്ല, വെയിറ്റ് ലോസിന് വേണ്ടി. ഓക്കെ. 20 മിനിറ്റ് എങ്കിലും ചെയ്യാതെ ഇപ്പൊ വലിയ വലിയ എക്സസൈസുകളും കാര്യങ്ങളും ഒന്നും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ നടക്കാനായിട്ട് പോവാം. പുറത്തേക്കൊന്നും പോകണം എന്നില്ല, നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ ഒന്ന് നടന്നാൽ മതി. 20 മിനിറ്റ് എങ്കിലും അതൊന്ന് ചെയ്യാം. ഒന്ന് കൈയും കാലൊക്കെ വീശി ഒന്ന് നടക്കാനായിട്ടൊക്കെ ശ്രമിക്കാം. നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു എന്താ പറയാ ആക്ടിവിറ്റി ആണത്.
അനങ്ങാതിരിക്കുന്നതിൽ ഭേദമല്ല ശരീരം അനങ്ങുന്നത്. അപ്പോ 20 മിനിറ്റ്, കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. നല്ലൊരു മാർഗമാണത്. അത് നമ്മുടെ ബോഡി, മൈൻഡ്, ബ്രെയിൻ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. നമ്മുടെ കോൺസെൻട്രേഷൻ ലെവലൊക്കെ കൂടും. പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നതിനൊക്കെ നമുക്ക് മെഡിറ്റേഷൻ സഹായിക്കും അല്ലെ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് കുറെ അധികം വീഡിയോസ് ഉണ്ടാവും. അത് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ ഇരിക്കുന്ന സമയമൊക്കെ, ഇപ്പോ മറ്റുള്ളവരൊക്കെ ഇരിക്കുന്നതിന് മുമ്പായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കുറച്ചു നേരം, രാവിലെയാണ് ഏറ്റവും ബെസ്റ്റ് ഇട്ടോ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്. കുറച്ചു നേരം ആ സൈലൻസിനെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക. ഓക്കെ, വേറെ ഒന്നും മനസ്സിലോട്ട് വരണ്ട. മനസ്സിന്റെ ആ ഒരു നമ്മുടെ ബ്രീത്തിങ്, അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചു നേരം അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അത് മെഡിറ്റേഷൻ ആയി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ, ഈ 3 കാര്യങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇതുവരെ ശീലിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു പിടി എന്താ പറയാ ലെവലും കൂടിയായിരിക്കും പിന്നെ നമ്മളുടെ ചിന്തകളും തോട്ടുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ ഫിസിക്കൽ ഫിറ്റ്നസ്? ഓക്കെ, അപ്പൊ നമ്മൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞു. അതുപോലെ തന്നെ ഹെൽത്തിന്റെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യമാണ് നമ്മൾ നല്ല ഫുഡ് കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു, നല്ല എക്സസൈസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് രണ്ടും കൊണ്ട് മാത്രം കാര്യമുണ്ടോ? നമ്മൾ വെല്ലാവോ? വെൽനസ് ഉണ്ടാവോ? നമുക്ക് സുഖകരമായിട്ടുള്ള അവസ്ഥയാണ് വെൽനസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഉണ്ടാവോ? ഇത് രണ്ടും ഓക്കെയാണ്. നമ്മുടെ ജീവിതം സന്തോഷത്തോടെ ഇരിക്കും ഇത് രണ്ടും ഉണ്ടെങ്കിൽ. ഒരു പരിധി വരെ ഓക്കെയാണ്. ഓക്കെ, ഒരു പരിധി വരെ ഓക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ അത് പൂർണ്ണമാകണം എന്നില്ല. പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? മെന്റൽ ഹെൽത്ത് വേണം അല്ലെ. അതായത് മനസ്സിന്റെ ആരോഗ്യം. നല്ല ഭക്ഷണം കഴിച്ചു, കുറെ എക്സസൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മനസ്സ് ഓക്കെ ആകണം. മനസ്സിന് നല്ല രീതിയിലുള്ളൊരു ഹെൽത്ത് വേണം. ഓക്കെ, അപ്പോ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത്? ടെൻഷൻ. ടെൻഷൻ, ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ ചിന്തകള്. ചിന്തകള്, തോട്ടുകള്, ബാഡ് തോട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത്. ഓക്കെ, പിന്നെ അസുഖങ്ങള്. അസുഖങ്ങള്. ഓക്കെ, ഓവർ തിങ്കിങ്. ഓക്കെ, വെരി ഗുഡ് അബീറ. ഓവർ തിങ്കിങ് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. ആൻസൈറ്റി, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇമോഷൻസ്, അതുപോലെ തന്നെ ചെറിയ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താങ്ങാനാകാതെ വരിക. ഓക്കെ, ഇപ്പോ കുറച്ചു പേരെ കൂടിയിരിക്കും എന്ന് വിചാരിക്കാം. അതിനകത്ത് നിങ്ങളിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കാം, നിങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട്, അതായത് നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകളോട് ഒരാള് ഒരു കാര്യം വന്ന് പറഞ്ഞു. അത്ര സുഖകരമല്ലാത്തൊരു കാര്യമാണ് വന്ന് പറഞ്ഞത്. ചെറിയ കാര്യമാണ്, എന്നാലും പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിൽ വിഷമം തോന്നുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് വിചാരിക്കാം. അപ്പൊ അതിനകത്ത് തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഈ ആൾക്കൂട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ട്. ചില ആളുകൾ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വിഷമം വരും, പെട്ടെന്ന് തന്നെ കരയും, ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സിലൂടെ അവർ പോകും. ഇനി മറ്റു ചില ആളുകളുണ്ട്, അവരെന്താണ്, അതായത് പെട്ടെന്നൊന്നും വിഷമം വരില്ല അല്ലെ. വന്നത് വന്നു, ഇനി അടുത്തത് എന്തെങ്കിലും ആവട്ടെ, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോ ഇതിനകത്ത് കുറച്ചാളുകൾക്കെങ്കിലും ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവാം, വിഷമം വന്നിട്ടുണ്ടാവും അല്ലെ. ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ടെൻഷനിലൂടെയും അല്ലെങ്കിൽ കരച്ചിലൂടെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, അവര് കടന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ പെട്ടെന്ന്
എന്താ പറയാ മനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തീരെ വീക്ക് ആയിരിക്കും. ഇപ്പൊ ഇമ്മ്യൂണിറ്റി കുറവുണ്ടായാലാണ് നമ്മൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് പിടിവിടുക അല്ലെ? പ്രതിരോധ ശേഷി കുറവുണ്ടെങ്കിലല്ലേ പെട്ടെന്ന് അസുഖം വരിക, ആണോ? അതുപോലെ തന്നെ മനസ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റാതെ വന്നു കഴിഞ്ഞാല് നമ്മുടെ മൈൻഡ് എന്താവും? വീക്ക് ആവും. നമ്മുടെ മൈൻഡ് വീക്ക് ആവുമ്പോൾ നമ്മുടെ ശരീരത്തിനും അസുഖങ്ങൾ പിടിപെടാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോ കുറേയധികം പ്രശ്നങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെ? എല്ലാവരും കറക്റ്റ് സമയത്തൊക്കെയാണോ ഭക്ഷണം കഴിക്കുന്നത്? അല്ല. ചിലപ്പോ വൈകി, ചിലപ്പോ നേരത്തെ, അങ്ങനെയാണോ പറയുന്നേ? അങ്ങനെയാണ്. അങ്ങനെ ചിലപ്പം നേരത്തെ. എന്താണ് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്തെ? എന്തെങ്കിലും ജോലിയിലൊക്കെ കെട്ടിയാൻ വന്നു കഴിഞ്ഞിട്ടാ ഫുഡ് കഴിക്കാം. എന്താണ് ലിയ? കെട്ടിയാൻ വന്നു കഴിഞ്ഞിട്ടാ ഫുഡ് കഴിക്കാം. ഒരുമിച്ച്. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ടാണോ ഫുഡ് കഴിക്കുന്നേ? ആണോ? എന്താണ് ഹസ്ബൻഡ് സമ്മതിക്കില്ലേ നേരത്തെ ഫുഡ് കഴിക്കാൻ? അല്ല, രണ്ടാൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോ ഒരുമിച്ചിരുന്നാണ് ഒരു കഴിക്കുന്നത്. സന്തോഷല്ലേ? അതൊരു സന്തോഷമാണ്, അത് ശരിയാ. ഓക്കെ, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മുടെ ഏജ് എന്ന് പറയുന്നത് കൂടി കൂടി വരികയാണ്. നമ്മുടെ ചെറുപ്പത്തിലുള്ള അവസ്ഥയാണോ നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത്? അല്ല. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയെ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ബോഡിയെ സംരക്ഷിക്കേണ്ടതും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ശരിയായുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. വളരെ കുറച്ചാണെങ്കിലും കൂടിയും നമ്മൾ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ കറക്റ്റ് സമയത്ത് കഴിക്കുക. അപ്പൊ ഇന്ന് തുടങ്ങി എല്ലാവരും ശ്രദ്ധിക്കും അത്, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട്. ശ്രദ്ധിക്കും. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും? അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാവില്ലേ? പ്രോബ്ലംസ് ഉണ്ടാവില്ലേ? യെസ്, ഇതൊക്കെ ഉണ്ടാവും. വൈറസ് സംബന്ധമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. മറിച്ച് നമ്മളൊരു റുട്ടീൻ നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ രാവിലെ നമ്മൾ എണീറ്റു, നമ്മൾ ഭക്ഷണം കഴിച്ചു. രാവിലെ എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങള്? 11 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടോ? 10 10:30? 9:30. 9 മണി. 9, 8:30, 8, 10:30. അബീറ എപ്പോഴാണ് രാത്രി ഭക്ഷണം കഴിക്കുന്നത്? അബീറ നൈറ്റ് ഒരു 8 മണി 9 മണിന്റെ ഇടയിൽ. എന്നിട്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്, 10:30 ആവുന്നത് രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട്? ചൂടുവെള്ളം കുടിക്കും, എന്നിട്ട് കുറച്ചു ചായ അടിക്കും, അതിനുശേഷം പെട്ടെന്ന് ജോലി തീർത്തിട്ട് കാപ്പി കഴിക്കാൻ പോകും. പിള്ളേരെ നേഴ്സറിയിലൊക്കെ വരണല്ലോ, അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് തിന്നേണ്ടി വരും സ്വീറ്റില്. പിന്നെ ഫുഡ് തിന്നാനും മടിയുള്ളപ്പോ പയ്യല് തിന്നാൻ പറ്റും. അപ്പൊക്കെ അങ്ങനെ പോകും സമയം. തിന്നാൻ മടിയുണ്ട്, ടൈം കിട്ടാത്തോണ്ടല്ലോ. തിന്നാൻ ഒരു ഇച്ചിരി ബാക്കി കിട്ടും, അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മള് കഴിവുന്നതും, അതായത് ഡിന്നർ നമ്മൾ കുറച്ച് നേരത്തെ ആക്കാൻ നോക്കുക. ഡിന്നർ കഴിവതും നേരത്തെ ആക്കുക. അതുപോലെ തന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു 8:30, 9 അതിനുള്ളിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിൻ ഫുഡാണ് അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ്, ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. കുറെ നേരം നമ്മള് ഉറക്കം കഴിഞ്ഞ് നമ്മുടെ ബോഡിക്ക് വിശ്രമമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബോഡി എന്ത് ചെയ്യും? ബോഡി ആ സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ ഉറങ്ങുവാണ്, പക്ഷെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പയറിംഗ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ അത് അറിയുന്നില്ലെന്ന് മാത്രം. അപ്പൊ ബോഡിക്ക് എന്താവശ്യമാണ്? രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം ആവശ്യമാണ്. കാരണം എന്ത് ചെയ്യണം? എനർജി വേണം വർക്ക് ചെയ്യാനായിട്ട് അല്ലെ? അപ്പോ പരമാവധി 8:30, 9 മണിക്കുള്ളില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിർബന്ധം പറയുന്നില്ല, അതിന് ചിലപ്പോ സാഹചര്യങ്ങൾ ഇല്ലാത്തവരുണ്ടാവും, അതുകൊണ്ട് തന്നെ ഞാൻ കമ്പൽ ചെയ്യുന്നില്ല. മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വിശക്കണം. ഗട്ട് ഹെൽത്ത്, നമ്മുടെ ഗട്ട് ഹെൽത്ത് ഉണ്ടല്ലോ, വയറിന്റെ ആരോഗ്യം, അത് പ്രോപ്പർ ആയിട്ട് എൻഷുർ ചെയ്യുന്നത് അതാണ്. അതായത് ഒരു സിംറ്റം ആണ്, നമ്മുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആണെന്നുള്ളതിന്റെ ഒരു സിംറ്റം ആണ്
രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് വിശക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിന്നർ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ ആക്കാനായിട്ട് നോക്കുക. വളരെയധികം നേരത്തെ ഒന്നും ആക്കണ്ട, ഒരു 6 മണി 7 മണി അതൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു 8-8:30 മണി ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, വളരെയധികം നല്ലതാണ് ഡിന്നറൊക്കെ നേരത്തെ ആക്കി കഴിഞ്ഞാല്. നമ്മുടെ വയറിന് നല്ലതാണ്, നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. പിറ്റേ ദിവസം നല്ല വിശപ്പോട് കൂടി നമ്മളെ എണീപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാല് അത് നമ്മുടെ മൈൻഡിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശരിയായിട്ട് ഉറക്കം കിട്ടാതിരിക്കുക. ഉറക്കം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ലീപ്പിംഗ് എല്ലാവരും ഉറങ്ങാറുണ്ടോ? എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത്? എത്ര മണിക്കൂറാ ഉറങ്ങുന്നതെന്ന് പറയാമോ? 6 മേരി ജിൻസി എത്ര മണിക്കൂറാ ഉറങ്ങുന്നേ? 6 to 7 hours. 6 to 7 hours. കുഴപ്പമില്ല. ഇല്ല, രാത്രി 10 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. കുഴപ്പമില്ല കുഴപ്പമില്ല, ഉറക്കം കിട്ടുന്നുണ്ട്. 6 മണിക്ക്. ശരണ്യ 6 മണി ആകുമ്പോ 10 6 മണിക്ക് മണിക്ക്. 6 മണിയാകുമ്പോ എണീക്കും. കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും ഒരു വിധത്തിൽ ഉറക്കം കിട്ടുന്നുണ്ട് അല്ലേ? ഇത്ര നേരം ഉറങ്ങാറുണ്ടോ? പക്ഷെ ഉറങ്ങാറുണ്ടോ നിങ്ങൾ? കണ്ണടച്ച് നിങ്ങൾക്ക് ഉറക്കത്തിലോട്ടാവാറുണ്ടോ? അവസ്ഥ വരാറുണ്ടോ? ഉണ്ട്. എന്നിട്ടാണോ കിടക്കുന്നേ? അല്ലെങ്കിൽ ഇടക്കിടക്ക് എണീക്കാറുണ്ടോ? ഉറങ്ങിയാ പിന്നെ ഒരു ബോധവും ഉണ്ടാവൂല. ഉറക്കമുണ്ടാവാറില്ല. ഉറങ്ങിയാ പിന്നെ ഒരു ബോധവും ഉണ്ടാവാറില്ല. ഉറങ്ങിയാൽ പിന്നെ ഒരു ബോധം ഉണ്ടാവും. അങ്ങനെയാ ഉറങ്ങേണ്ടത്. ബോധം ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. അതാണ് സുഖകരമായിട്ടുള്ള ഉറക്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടക്കിടക്ക് എണീക്കും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കും. അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് അല്ല. നമ്മൾ ഉറങ്ങുമ്പോൾ ബോധം കെട്ട് ഉറങ്ങണം എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഉന്മേഷത്തോടു കൂടി എണീക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ചില ദിവസങ്ങളിൽ നമ്മൾ അലാറം ഒന്നും വെക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ചാടി എണീക്കും അല്ലെ? അങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രണ്ട് വിധത്തിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒന്ന്, നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചാടി എണീക്കും. രണ്ടാമത്തത്, നമ്മളെങ്കിലും എവിടെയെങ്കിലും പോവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചാടി എണീക്കും. ഉണ്ടോ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾക്ക് ഇത് സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഈ ഉറക്കം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങിയാൽ മാത്രമാണ് നേരത്തെ ഫുഡിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഉറക്കം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മളെ പല അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഉറക്കത്തിന് സാധിക്കും. ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾക്ക് പല പല അസുഖങ്ങളും പിടിപെടുന്നത് അല്ലെ? കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഉറക്കക്കുറവ് മൂലം വെയിറ്റ് ഗെയിൻ ആകുന്നവരുണ്ട്. ഉണ്ടോ? അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? വെയിറ്റ് ഗെയിൻ ഉറക്കക്കുറവ് മൂലം. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഒക്കെ അവരുടെയൊക്കെ കൺസൾട്ടേഷന് ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, ശരിയായിട്ട് ഉറങ്ങാറുണ്ടോ? എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത്? അപ്പൊ പറയും ഇത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത്, ഇത്ര സമയത്താണ് ഉറങ്ങുന്നത് എന്നത് പറയും. അപ്പൊ അവര് പറയും അങ്ങനെയല്ല വേണ്ടത്, ഇത്ര സമയത്ത് ഉറങ്ങുക, ഇത്ര നേരം ഉറങ്ങുക, ഇതൊക്കെ ശ്രദ്ധിക്കാന്ന് പറയും അല്ലെ? അപ്പോ അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് വെയിറ്റ് ഗെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. വെയിറ്റ് ഗെയിൻ ആയിട്ട് ചെല്ലുന്ന പല ആളുകളുടെ അടുത്തും ഡോക്ടർ പറയുന്ന കാര്യമാണ് കറക്റ്റ് സമയത്ത് ഉറങ്ങുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് അല്ലെ? ഓക്കെ, അപ്പോ ശരിയായ സമയത്ത് ഉറങ്ങുക എന്നുള്ളതാണ്. ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തുണ്ടാവും? പ്രശ്നങ്ങൾ ബാധിക്കാനായിട്ട് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് എന്ത്? ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അതും നമ്മുടെ മൈൻഡിനെ മോശകരമായിട്ട് ബാധിക്കും. നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാണ്, ആരുമായിട്ട് സംസാരിക്കുന്നില്ല, ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഏത് സമയവും ഗ്ലൂമി ആയിട്ട് ഒറ്റയ്ക്കിരിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഒരു പോസിറ്റീവ് മൈൻഡ് അല്ല അല്ലേ? ആണോ? പോസിറ്റീവ് മൈൻഡ് ആണോ? നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആളുകളുമായിട്ട്. നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുകളും പ്രോസസ്സുകളും ഉണ്ടാവുകയുള്ളൂ. അപ്പോ ആളുകളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക.
അതൊക്കെ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. സംസാരിക്കാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് നെഗറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെ ബാധിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയാ ഈ ഒരു മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത്. ഇനി മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് മെന്റൽ ഹെൽത്ത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എന്തൊക്കെയായിരിക്കും അത്? മെന്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്? നല്ല പുസ്തകങ്ങൾ വായിക്കാം, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാം, ബുക്കുകൾ മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ വിനോദങ്ങൾ സൗന്ദര്യം ആസ്വദിക്കുക അല്ലെ? പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക. രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാല് കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി നടന്ന് ചെടികളെയും പൂക്കളെയൊക്കെ ഒന്ന് തലോടി എന്ത് ചെയ്യാം, നമുക്ക് പ്രകൃതിയെ ആസ്വദിക്കാവുന്നതാണ് അല്ലെ? പിന്നെ വെയിൽ കൊള്ളാം, സൂര്യപ്രകാശം കൊള്ളാം അല്ലെ? ഇതൊക്കെ പ്രകൃതിയെ എൻജോയ് ചെയ്യലാണ്. പിന്നെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പാട്ട് കേൾക്കാം അല്ലെ? പാട്ട് കേൾക്കാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. നമുക്കിപ്പോ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ധാരാളം പാട്ടുകളൊക്കെ അവൈലബിൾ ആണ് അല്ലെ? ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇടുത്ത ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലാസ് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ക്ലാസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത വ്യാഴാഴ്ച കാണാം കേട്ടോ. ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. പറയട്ടെ, താങ്ക് യു സോ മച്ച്. സൈനോട്ട് പറയണ്ടേ മാം? സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ, ഞാൻ മറന്നുപോയി, സോറി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ യോഗ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരിക കേട്ടോ. പറഞ്ഞ 2 പേര് സൈൻ ഔട്ട് ചെയ്തോളൂ. സൈൻ ഔട്ട് ചെയ്യുന്നേ ഞാനാണ് തസ്നിയ. തസ്നിയ. അടിപൊളിയായി ഇന്നത്തെ ക്ലാസ് എടുത്ത അശ്വതി മിസ്സിന് ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ ഇന്നത്തെ ഇവിടെ ഈ 1 മണിക്കൂറത്തെ ക്ലാസ് സഹകരിച്ചു നിന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, താങ്ക് യു. ബൈ. ബൈ. താങ്ക് യു മിസ്. താങ്ക് യു.